ഏഷ്യൻ മാർക്കറ്റ് ഏറെക്കുറെ ദുർബലമാവുകയും അമേരിക്കൻ ഫ്യൂച്ചറുകൾ ഫ്ലാറ്റ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നത് മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ജപ്പാന്റെ ഇൻഡെക്സ് 0.7 കൊറിയൻ ഇൻഡെക്സ് 0.3 ഹോങ്കോങ് ഫ്യൂച്ചർ 0.1% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്പുമായി വ്യാപാര ഡീൽ ഏറെക്കുറെ ഫൈനലൈസ് ആയതിനു ശേഷവും അമേരിക്കൻ മാർക്കറ്റിന്റെ പെർഫോമൻസ് മിക്സഡ് ആയിരുന്നു. ഡോ ജോൺസ് 0.14% ഇടിഞ്ഞപ്പോൾ S&P മാർജിനലി പോസിറ്റീവ് സൈഡിലും നാസ്ഡാക്ക് 0.33% ഉയരുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിന്റെ വില $70 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. റഷ്യയും യുക്രൈനുമായി സമാധാന ഡീലിലേക്ക് പോയിക്കുന്നതിന് വേണ്ടി റഷ്യൻ ക്രൂഡിന് മുകളിൽ നടത്തുന്ന സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബ്രന്റ് ക്രൂഡിന്റെ വില $70 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ആംബർ എന്റർപ്രൈസസ്, L&T, ഏഷ്യൻ പെയിന്റ്, അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സ്, ASK ഓട്ടോമോട്ടീവ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ, ദിലീപ് ബിൽഡ്കോൺ, ദീപക് ഫെർട്ടിലൈസർ, GMR എയർപോർട്ട്, ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളെ ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് ഗെയിലാണ്. ഗെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8% ഇടിയുകയും ചെയ്തു. 2049 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് പ്രോഫിറ്റ് 2049 നിന്നും 1886 ഇടിഞ്ഞു പ്രോഫിറ്റിൽ 8% ഇടിവ് വന്നു. പ്രോഫിറ്റിൽ മാത്രമല്ല കമ്പനിയുടെ റവന്യൂവും ഇടിഞ്ഞിട്ടുണ്ട്. റവന്യൂ 2.6% ഇടിഞ്ഞ് 35,685 കോടിയിൽ നിന്നും 34,768 കോടിയിലേക്ക് ഇടിഞ്ഞു. എബിറ്റ് 4% വർദ്ധിച്ചു. 3,288 കോടി രൂപയുടെ എബിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 3,333 കോടി രൂപയുടെ എബിറ്റയാണ് ഉണ്ടായത്. അതേസമയം പ്രോഫിറ്റ് മാർജിൻ 9% നിന്നും 9.6% ഉയർന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും അത്ര മെച്ചമല്ല. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 35% ഇയർ ഓൺ ഇയറിലും 623% സീക്വൻഷ്യലിയും ഇടിഞ്ഞു. 3,980 നിന്നും 2,567 കോടിയിലേക്കാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 72% ഇയർ ഓൺ ഇയറിലും 126% സീക്വൻഷ്യലിയും ഇടിഞ്ഞു. 2,170 നിന്നും 604 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം നെറ്റ് NPAയിലും ഗ്രോസ് NPAയിലും ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. ഗ്രോസ് NPA 3.13%, നെറ്റ് NPA 13%മാണ് വർദ്ധിച്ചിരിക്കുന്നത്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 11% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 35% ഇടിഞ്ഞു. 696 കോടിയിൽ നിന്ന് 482 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. മാർജിൻ 27% നിന്നും 11% ഇടിയുകയും എബിറ്റ 53% ഇടിഞ്ഞ് 642 കോടിയിൽ നിന്നും 302 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ടോറന്റ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 19% ഉയർന്നപ്പോൾ റവന്യൂ 11% ഉയരുകയും എബിറ്റ 14% ഇംപ്രൂവ് ആവുകയും ചെയ്തു. NTPC ഗ്രീൻ എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 17% വർദ്ധിച്ചു. എബിറ്റ 17.7% വർദ്ധിക്കുകയും പ്രോഫിറ്റ് 59% വർദ്ധിക്കുകയും ചെയ്തു. സിങ്കാച്ചി ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 10% വർദ്ധിച്ച് 223 കോടിയിൽ നിന്നും 245 കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് ലോസ് 88 കോടിയിൽ നിന്നും 75 കോടിയിലേക്ക് ഇടിയുകയാണ് ഉണ്ടായത്. മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് TVS ശ്രീചക്ര. TVS ശ്രീചക്ര എന്ന കമ്പനി ചെന്നൈയിൽ പുതിയ ബ്രാൻഡഡ് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഗ്രീൻലാം ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും സ്പെഷ്യൽ ഇൻസെൻറ്റീവ് പാക്കേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രീൻലാം ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചറിലെ PNC ഇൻഫ്രാടെക്, HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. PNC ഇൻഫ്രാടെക്കിന് NHPCയുടെ 2,956 കോടി രൂപയുടെ ഒരു ടെൻഡറിൻ്റെ ലോവസ്റ്റ് ബിഡറായി മാറാൻ സാധിച്ചിട്ടുണ്ട്. HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി അങ്കുൽ സുന്ദർഗഡ് ട്രാൻസ്മിഷൻ എന്ന കമ്പനിയുടെ കൺട്രോളിംഗ് സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. കെയ്ൻസ് ടെക്നോളജി എയറോ കാലിഫ് കമ്പോണൻ്റ് എന്ന കമ്പനിയുടെ 76% സ്റ്റേക്കുകളും സൈറോ പ്രിസിഷൻ ടെക്നോളജി എന്ന കമ്പനിയുടെ 76% സ്റ്റേക്കുകളും അക്വയർ ചെയ്തു. സ്റ്റീൽ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ റൈറ്റ് ഇഷ്യൂ വഴി 150 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. HLE ഗ്ലാസ്കോട്ട് എന്ന കമ്പനി സബ്സിഡറി കമ്പനിയായ HLE സർഫസ് ടെക്നോളജിയുടെ 100% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. സോളാരിയം ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് NTPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും 26 കോടി രൂപയുടെ 2 ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.